2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നിങ്ങൾ എടുത്തു നോക്കുക. ആ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ, അതായത് പട്ടിണിയുള്ള രാജ്യങ്ങൾ ഇന്ന് ലോകത്ത് UN-ന്റെ കീഴിൽ 295 രാജ്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അക്കൂട്ടത്തില് പട്ടിണി ഇപ്പോഴും നിലനിൽക്കുന്ന 125 രാജ്യങ്ങളേ ഉള്ളൂ. ആ 125 രാജ്യങ്ങളുടെ പട്ടികയിൽ 111-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. എന്നിട്ടാണ് മോദി ഗ്യാരണ്ടി 25 കോടി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി എന്ന് പറഞ്ഞൊരു മോദി ഗ്യാരണ്ടി നിങ്ങൾ കാണാറില്ലേ? ആ ഇന്ത്യയാണ് പട്ടിണിയുടെ ഗ്ലോബൽ ഇൻഡെക്സിൽ 111-ാം സ്ഥാനം 125 രാജ്യങ്ങളിൽ. എന്ന് വെച്ചാല് നമുക്ക് താഴെ നമ്മളെക്കാൾ കൂടുതൽ പട്ടിണിയുള്ള ഏതെങ്കിലും ആഫ്രിക്കയിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങളും ഒക്കെയും കൂടി ചേർന്ന് വളരെ കുറച്ച്, അതായത് ഒരു 14 രാജ്യങ്ങളെ നമ്മളെക്കാൾ കൂടുതൽ പട്ടിണി ഉള്ളതുള്ളൂ. എന്നിട്ട് നമ്മുടെ നരേന്ദ്രമോദി എന്ത് പറഞ്ഞു? ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പുറത്തു വന്നപ്പോൾ അത് കള്ളക്കണക്കാണ്, അതിന്റെ മെത്തഡോളജി തെറ്റാണ് എന്നാണ് പറഞ്ഞത്. അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ പട്ടിണി അകറ്റാനുള്ള ശ്രമങ്ങൾ നടത്താതെ പട്ടിണി ഇല്ലാതാക്കി എന്ന് പറയുക, പുരപ്പുറത്ത് ഘോഷിക്കുക, എന്നിട്ട് അതായത് ഈ 1945 UN വന്ന കാലം മുതലുള്ളതാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. ആ ഹങ്കർ ഇൻഡെക്സിന്റെ മെത്തഡോളജി തെറ്റാണെന്നും പറഞ്ഞ് നാണം കെട്ട രീതിയിൽ അത് തള്ളി പറയുക. അപ്പൊ ഇന്ത്യയിലെ ഈ ഹങ്കർ, ഈ 111-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഹങ്കർ UPA-യുടെ കാലത്ത് എത്രയായിരുന്നു? 42-ാം സ്ഥാനത്തായിരുന്നു. ആഗോള ഹങ്കർ ഇൻഡെക്സിൽ 42-ാം സ്ഥാനത്തായിരുന്നു. അതും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ആഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, ഇന്ത്യ ഹങ്കർ ഇല്ലാത്ത രാഷ്ട്രമാകണം എന്നാണ്. അപ്പൊ 42-ാം സ്ഥാനത്ത് നിന്നതിനെ തള്ളി 111 വരെ താഴ്ത്തി. എന്നിട്ട് പറയുകയാണ്, ഞാൻ 25 കോടിക്ക് പട്ടിണിയിൽ നിന്ന് കരകയറ്റിയതിന് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? ഇലക്ടറൽ ബോണ്ടിന്റെ ഹുങ്ക്. ഈ ഹുങ്ക് അവസാനിപ്പിക്കാൻ പറ്റി സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ എന്നാണ് നമുക്ക് സമാശ്വസിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേറൊരു പ്രത്യേക കാര്യം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്താനുള്ളത്, 2017 മുതൽ 2023 വരെ ഇലക്ടറൽ ബോണ്ട് വഴി ഓരോ പാർട്ടിയുടെ ഫണ്ടിലേക്കും വന്ന ഫണ്ട് എത്ര എന്നുകൂടി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, ഇതിന്റെ വ്യക്തികളെ ഓരോരുത്തരും എത്ര കോടി വീതം സംഭാവന ചെയ്തു എന്നുള്ളത് ബാങ്ക് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് പൊതുജനത്തിനെ അറിയിക്കണമെന്നും കൂടി കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതാണ് ഈ ഉത്തരവിന്റെ, അതായത് വിവരാവകാശത്തെ മാനിക്കുന്ന, വോട്ടർമാരുടെ മാനിക്കുന്ന കോടതി എന്നതിന്റെ തെളിവാണ് അത്തരമൊരു ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എത്രയാണെന്ന് നമുക്ക് നോക്കാം. 2017 മുതൽ 2023 വരെ ഓരോ പാർട്ടിക്കും കിട്ടിയ ഇലക്ടറൽ ബോണ്ടുകൾ വഴി ലഭിച്ച സംഭാവന. ഏറ്റവും കൂടുതൽ കിട്ടിയത് BJPക്ക് 6566.11 കോടി. കോൺഗ്രസിന് കിട്ടിയത് 1123.3 കോടി. അതായത് BJPക്ക് കിട്ടിയത്, ഒരിക്കൽ കൂടി പറയുന്നു, 6566.11 കോടി. കോൺഗ്രസിന് കിട്ടിയത് 1123.3 കോടി. അതായത് ഈ കഴിഞ്ഞ, ഞാൻ പറഞ്ഞല്ലോ, നവംബറിന് മുൻപ് ഈ വിധി വന്നിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യത്തെ ഈ ഈ ഇലക്ടറൽ ബോണ്ട് വിൽപ്പനയെ കുറയ്ക്കാൻ പറ്റുമായിരുന്നു, ഒരുപക്ഷെ തടയിടാൻ പറ്റുമായിരുന്നു. അത് വിധി ഇങ്ങനെ നീണ്ടുപോയത് കൊണ്ട് ആ സ്വാധീനം വിധിക്ക് ഇലക്ടറൽ ബോണ്ടിൽ ചെലുത്താൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഒന്ന് നോക്കുക, കഴിഞ്ഞ 2 മാസം മുതൽ 11 വരെ, അതായത് ഈ 15-ാം തീയതിയാണല്ലോ ഈ ഉത്തരവ് വരുന്നത്. ഈ കഴിഞ്ഞ 11-ാം തീയതി വരെ, നവംബറിൽ വരേണ്ടിയിരുന്ന ഉത്തരവാണ്, അത് വരാതിരുന്നത് കൊണ്ട് ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട്, ഈ ഫെബ്രുവരി 11 വരെയുള്ള കാലയളവിൽ വന്ന ബോണ്ടിലേക്ക് വന്ന നിക്ഷേപമാണ് പറയാൻ പോകുന്നത്. 571.80 കോടിയുടെ കടപ്പത്രങ്ങളാണ് 9 ദിവസം കൊണ്ട് വിറ്റുപോയത്. അതിൽ 570.05 കോടിയുടെ കടപ്പത്രങ്ങൾ പാർട്ടികൾ പണമാക്കി മാറ്റി. പണമാക്കാനുള്ള കടപ്പത്രങ്ങൾ തിരികെ നൽകണമെന്ന കോടതി നിർദ്ദേശം ബാധകമാകുന്നത് 1.75 കോടിക്ക് മാത്രമാണ്. അതായത് നവംബറിൽ ഈ നിയമം വന്നിരുന്നു, ഈ ഉത്തരവ്, സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട 571.80 കോടിയുടെ ബോണ്ടുകൾ വിൽക്കപ്പെടുകയില്ലായിരുന്നു.
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വിധിയുടെ ഗ്ലാനി കുറയ്ക്കുന്നുണ്ട് ഇതിന്റെ കാലതാമസം. ഇത് നവംബറിൽ വരേണ്ടിയിരുന്ന വിധിയാണ്, അത് ഫെബ്രുവരിയിലായി പോയി എന്നതുകൊണ്ട്. ഏതായാലും നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് ശക്തനെ കൂടുതൽ ശക്തനാക്കും. അതായത് ശക്തമായ പാർട്ടി ഏതോ ആ പാർട്ടിയെ ധനശാക്തീകരണത്തിലൂടെ വീണ്ടും ഭരണത്തിൽ കയറ്റുക, അതിനുള്ള ഒരു തന്ത്രമായിട്ട് പാർട്ടികൾ ഉപയോഗിച്ചു. അതിന് ഇപ്പോൾ ഇതാ കടിഞ്ഞാണിട്ടിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു. സന്തോഷം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപിൽ നമുക്ക് എല്ലാവർക്കും ആദരവോടെ കൈകൂപ്പാം ഈ ഒരു തീരുമാനത്തിന് വേണ്ടി.